പാലക്കാട് കഞ്ചിക്കോട് അസീസി സ്കൂൾ വളപ്പിൽ കാട്ടാന ഇറങ്ങി. ദേശീയപാതയോട് ചേർന്നുള്ള സ്കൂളിൽ ഇന്നലെ രാത്രിയിലാണ് ആന എത്തിയത്. സ്കൂൾ വളപ്പിലെ തെങ്ങുകളും വാഴകളും നശിപ്പിച്ചു. പാലക്കാട് കഞ്ചിക്കോട് ദേശീയപാതയോട് ചേർന്നാണ് അസീസി സ്കൂൾ. ഈ സ്കൂളിലാണ് ഇന്നലെ രാത്രി കാട്ടാന ഇറങ്ങിയത്. എപ്പോഴായിരുന്നു കാട്ടാന ഇറങ്ങിയത്? എപ്പോഴാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ ഇത് പെടുന്നത്? ഇന്ന് രാവിലെ പള്ളിയിൽ നിന്ന് കുർബാന കഴിഞ്ഞ് വരുമ്പം വാഴ വെട്ടിക്കിടക്കുന്ന കണ്ടു. അപ്പോഴാണ് എന്താന്ന് വെച്ച് നോക്കിയപ്പോഴാണ് കാണുന്നത് ഇത്രയും നാശനഷ്ടങ്ങൾ വരുത്തി വെച്ചിരിക്കുന്നത് കണ്ടത്. ഒരു 3.5 വർഷം മുമ്പ് ഒരാന വന്നിട്ടുണ്ട് ഇവിടെ. അത്രയധികം നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ ഇത് ആദ്യമായിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. രാത്രി കാലത്ത് ഞങ്ങൾ എപ്പോഴും ഇവിടെ ഹോസ്പിറ്റലിലേക്കും സ്കൂളിലേക്കും കോൺവെന്റിലേക്കും ഞങ്ങൾ എപ്പോഴും നടക്കാറുള്ളതാണ് ഈ വഴിക്ക്. ഇപ്പോൾ ഞങ്ങൾ ഈ നടക്കുന്ന വഴിയുടെ തൊട്ടടുത്ത് തന്നെ ആനയുടെ കാൽപാദം കണ്ടു. അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് കുറച്ചുകൂടെ പേടിയായി. കാരണം ഇനിയും ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ടി വരും. രാത്രിയിൽ ഒരു 11 മണി വരെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാറുണ്ട്. കൊച്ചുങ്ങളാ 7 മണി വരെ ഉണ്ടാവും. പരീക്ഷയുടെ സമയമൊക്കെ ആകുമ്പോൾ 7 മണി. അത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സിസ്റ്റേഴ്സ് ഇവിടുന്ന് സ്കൂളിൽ നിന്ന് അങ്ങോട്ട് വരുന്നത് ഒരു 7:30 ആകുമ്പോഴാണ് എത്തുന്നത്. ഈ പ്രദേശത്തെ വാർഡ് മെമ്പർ കൂടി ചേരുന്നുണ്ട്. ഇപ്പൊ ഈ പ്രദേശം അല്ലെങ്കിൽ തന്നെ പല സ്ഥലങ്ങളിലും ആനകളുടെ ശല്യമുണ്ട്. പക്ഷേ ഈ സ്ഥലത്തേക്ക് പുതിയ കൂടുതൽ സ്ഥലങ്ങളിലേക്ക്, ഇത് ദേശീയപാതയിൽ നിന്ന് ഒരു 100 മീറ്റർ പോലും ഇല്ല ഇവിടെ. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ വരികയാണല്ലേ? അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫെൻസിംഗ് ഒക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതായത് അയ്യപ്പമല മുതൽ ആറ്റിപ്പതി വരെ ഫെൻസിങ് ഇട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഹാങ്ങിങ് ഫെൻസിങ്ങും മറ്റേ സോളാർ ഫെൻസിങ് ഇട്ടിട്ടുണ്ടെന്ന് പറയുന്നത്. ഫെൻസിങ് മുഴുവൻ തകരാറായി കിടക്കുകയാണ്. അതായത് എ ലൈനും ബി ലൈനിന്റെ അപ്പുറമാണ് മല വരിക. AB ട്രാക്ക്, റെയിൽവേ ട്രാക്ക്, അതിലാണ് മല വരിക. ബി ട്രാക്ക് കഴിഞ്ഞിട്ടാണ് ഫെൻസിങ് ഉള്ളത്. ഈ ഫെൻസിങ് മുഴുവൻ കാട് കയറിയും കുത്തിപ്പൊളിഞ്ഞും കിടക്കുകയല്ലാതെ ഇന്നേ വരെ നേരെയാക്കിയിട്ടില്ല. നമ്മൾ പറയുന്നത് നാട്ടിലുള്ള ആനനെ മലയിലേക്ക് കാറ്റി ഫെൻസിങ് ക്ലിയർ ചെയ്താൽ മാത്രമേ ഇതിനൊരു പരിഹാരം കാണാൻ കഴിയുള്ളൂ. ഈ മലയോര മേഖലയിൽ നിരന്തരം ഒരു വാർഡിലല്ലെങ്കിൽ മറ്റൊരു വാർഡിൽ നിരന്തരം പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കേണ്ട ഫോറസ്റ്റിന്റെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. പക്ഷെ അതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം കാണുന്നില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം നടക്കുമ്പോൾ ഇപ്പോൾ പാതിരളിയിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി, അപ്പോൾ ഒരു യോഗം വിളിച്ചു കൂടി ഒരാഴ്ചക്കുള്ളിൽ തീരുമാനം ഉണ്ടാകുമെന്ന് പറയല്ലാതെ തീരുമാനം ആകുന്നില്ല. ഇപ്പൊ പകല് പോലും പൈറ്റക്കാട് മേഖലയിൽ പോയ പകല് പോലും ആനയെ കാണാൻ പറ്റുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. ആന നാട്ടിൽ തന്നെയാണ്. ആക്ച്വലി ഇതുവരെ നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ട്രഗിള് വന്നിട്ടില്ല. ഇനിയിപ്പോ നമ്മൾ ഒന്നും കൂടെ ചിന്തിക്കേണ്ട ഒരു ഇതിലേക്ക് വന്നു. കാരണം ഇപ്പൊ ഞങ്ങളും കുറച്ച് ഇതാണ്, ഒത്തിരി കുട്ടികളാണ്. ഈവൻ ഈ ആന വന്ന സ്ഥലത്താണ് ഏകദേശം ഞങ്ങളുടെ KG സെക്ഷൻ തന്നെ വരുന്നത്. അപ്പൊ ഇതിന്റെ കാര്യത്തിൽ ഒന്നും കൂടെ ഞങ്ങള് ജാഗ്രത എടുക്കണം. എന്തെങ്കിലുമൊക്കെ പുതിയ ഇതിലേക്ക് ഞങ്ങൾ പോകേണ്ട ഒരു ആവശ്യം ഇപ്പോൾ ഞങ്ങൾ കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഭയമുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം സ്കൂൾ കുട്ടികൾ പഠിക്കുന്ന സ്ഥലമാണ്, ആശുപത്രിയുണ്ട്, അത്തരത്തിലുള്ള പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് ആന എത്താതിരിക്കാനുള്ള നടപടികൾ, കൂടുതൽ കാര്യങ്ങൾ നടത്തണമെന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ ഇവർക്ക് ആശങ്കയില്ലാതെ ഇവിടെ പ്രവർത്തിക്കാൻ കഴിയും. മൽഘോഷ് സി മോഹനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.